ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഫ്രണ്ട്സും നാട്ടിലുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. കൊട്ടിയൂരാണ് പോകുന്നത്. കൊട്ടിയൂരും മാമാനിക്കുന്ന് അമ്പലത്തിലും ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുകയാണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാമാനിക്കുന്ന് അമ്പലത്തിലാണ് പോകുന്നത്. ഇരിക്കൂറാണ് മാമാനിക്കുന്ന് അമ്പലം വരുന്നത്. സാധാരണ പറയുന്നത് കൊട്ടിയൂർ പോകുന്നതിന് മുന്നേ മാമാനിക്കുന്ന് അമ്പലത്തിൽ കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ തടസ്സമൊന്നും ഇല്ലാണ്ട് പോയി എത്താമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം മാമാനിക്കുന്ന് അമ്പലത്തിൽ ദേവിയാണ് പ്രതിഷ്ഠയായിട്ട് വരുന്നത്. നമ്മളിങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു കുളമൊക്കെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുളത്തിൽ നല്ല നീല കളർ വെള്ളമായിരുന്നു. പിന്നെ ഇതായിരുന്നു അവിടെ മാത്രം കണ്ടുവരുന്ന നാഗപുഷ്പം എന്ന് പറയുന്നത്. മേ ബി അതിൻ്റെ ഷേപ്പ് കൊണ്ടായിരിക്കാം. അതിനുശേഷം നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. വെള്ളയപ്പവും ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പണ്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയതായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മ വന്നത്. അതിനുശേഷം നമ്മൾ കൊട്ടിയൂരെത്തി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. 28 ദിവസമാണ് വൈശാഖ മഹോത്സവം ഉണ്ടാകുന്നത്. 2 അമ്പലങ്ങൾ കൂടി ചേർന്നിട്ടാണ് വൈശാഖ മഹോത്സവം നടത്തുന്നത്. അതായത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂർ ഈ കൊല്ലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് മാത്രമാണ് തുറക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടിട്ട് 12 മണിക്കാണ് എത്തിയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഇതുപോലെ വെള്ളത്തിലൂടെ നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ. അമ്പലം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുടിലുകളിലായിട്ടാണ് പൂജ ചെയ്ത് വരുന്നത്. ഇവർ അന്നദാനമായാലും എല്ലാം ഇങ്ങനെ ഓലമേന കുടിലുകളാണ് ചെയ്യുന്നത്. വേറെ ഒരു അമ്പലത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. നല്ല അടിപൊളി ആംബിയൻസും വ്യൂ ആയിരുന്നു. ഫുൾ കോട നിറഞ്ഞിട്ടാണ് ഉണ്ടായത്. പിന്നെ ഭയങ്കരമായിട്ട് തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു ഞായറാഴ്ചയായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സ്ത്രീകൾക്ക് കുറച്ച് ദിവസം മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് 13-ാം തീയതി വരെ, ജൂൺ 13-ാം തീയതി വ്യാഴാഴ്ച വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എല്ലാ അമ്പലത്തിലും നമ്മൾ പൂജ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനാണ് പോകുന്നത്. പക്ഷേ എനിക്കൊന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ നമ്മൾ അതിന് മാത്രമല്ല പ്രകൃതി ഭംഗിയും മഴയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം മിക്ക ആൾക്കാരും കുടയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും കുറേ പേര് മഴയൊക്കെ നനഞ്ഞ് നല്ല ആസ്വദിച്ച് വെള്ളത്തിലൊക്കെ കുളിച്ച് നനഞ്ഞ് ഈറനോടെയായിരുന്നു നടന്നിട്ടുണ്ടായത്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂരും വയനാടും ഉള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമാണ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ബാക്കി കുറേ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ കേട്ടു കൊടുങ്ങല്ലൂരിൽ നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നൊന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്കും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴും മെയ് ജൂൺ ആ ടൈമിലാണ് വൈശാഖ മഹോത്സവം ഉണ്ടാവാറ്. അപ്പം നിങ്ങളും വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. അമ്പലത്തിൽ അന്നദാനമുണ്ട്. എല്ലാ ദിവസവും അന്നദാനവും കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 5:30ക്ക് പുറപ്പെട്ടതാണ് രാവിലെ. ഒരു 12 മണിയാകുമ്പോൾ ആയിരുന്നു അമ്പലത്തിലേക്ക് കയറിയത്. കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു ഞായറാഴ്ചയായിരുന്നു വന്നത്. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തൊഴുത് എല്ലാവരും പെട്രോൾ പമ്പിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ബസ് എത്തിയത് രാത്രി 8 മണിക്കായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയത് 12 മണിക്കായിരുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും മടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.